TP കേസ് CBIക്ക് കൈമാറിക്കാനുള്ള തീരുമാനം സർക്കാരിന് എടുക്കുന്നതിന് നിരവധി നിയമ തടസ്സങ്ങളുണ്ടായിരുന്നു. വധക്കേസിന്റെ അന്വേഷണത്തിൽ തന്നെ ഗൂഢാലോചനയും ഉൾപ്പെട്ടിരുന്നു. അതിനാൽ ഗൂഢാലോചന മാത്രമായി അന്വേഷിക്കാൻ കഴിയുമായിരുന്നില്ല. അതിനാലാണ് ചോമ്പാല കേസ് CBIക്ക് വിടാൻ തീരുമാനിച്ചത്. ആ കേസിലും കുറ്റപത്രം സമർപ്പിച്ചതിനാലാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അത് CBIക്ക് കൈമാറാൻ സർക്കാർ തീരുമാനിച്ചത്. കേസിൽ എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തലോ പുതിയ കാരണമോ ഉണ്ടായാൽ മാത്രമേ കേസ് CBI ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നുള്ളൂ. ഈ സാഹചര്യത്തിലാണ് ഇതുവരെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വരാത്ത കള്ളക്കടത്തുകാരുമായുള്ള ബന്ധം VS കത്തിലൂടെ സൂചിപ്പിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഫായിസ് TP കേസിലെ പ്രതികളെ ജയിലിൽ വന്ന് കണ്ടതാണ് ഇതിന് തെളിവ്. കള്ളക്കടത്ത് സംഘത്തിന് അന്താരാഷ്ട്ര ബന്ധം കൂടി ഉണ്ടെന്ന് ആരോപണമുള്ളതിനാൽ കേസ് ഏറ്റെടുക്കണമെന്ന് CBIയോട് ആവശ്യപ്പെടാൻ സർക്കാരിന് എളുപ്പത്തിൽ കഴിയും. കത്ത് അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയും ചെയ്തു. അല്ല, കത്തിനകത്ത് അങ്ങനെ അന്വേഷണ സംഘത്തിന് കൈമാറാനായിട്ടൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഒരു പോയിന്റുണ്ട്. അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ഫയാസുമായിട്ടുള്ള ഈ കുറ്റവാളികളുടെ ബന്ധം, ആ ഒരു പോയിന്റ് തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തിന് കൈമാറും. CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിക്കുക മാത്രമല്ല, അതിന് കൃത്യമായ കാരണം ചൂണ്ടിക്കാട്ടുക കൂടിയാണ് കത്തിലൂടെ VS ചെയ്തത്. മീഡിയ 1 തിരുവനന്തപുരം.